നവോത്ഥാന കേരളം, പുരോഗമന കേരളം, സാക്ഷര കേരളം, സംഗീത കേരളം, ആനന്ദ കേരളം എന്തൊക്കെയാണ് നമുക്കുള്ള പദവികൾ. ലോക വികസന മാതൃകയിൽ 1-ാം സ്ഥാനത്ത്. പക്ഷേ ചിന്താഗതി കുത്തിത്തിരിപ്പും അധമ വികാരങ്ങളും വിചാരങ്ങളുമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങുന്ന ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്നിട്ടുള്ള ഒരു വലിയ വിഷയമാണ് മന്ത്രിസഭയിൽ ആരൊക്കെയാണ്, ഏതൊക്കെ ജാതിയാണ്, ഏതൊക്കെ മതമാണ്. സ്വാഭാവികമായിട്ട് UDF പോലുള്ളൊരു മന്ത്രിസഭ, LDF അങ്ങനെ നോക്കാറില്ല, അവർ വേറൊരു തലമാണ്. BJP മറ്റൊരു തലമാണ്. ഹിന്ദുക്കൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആരെങ്കിലും വന്നാലായി 1-2 ഒക്കെ. അതേസമയം ഇവിടെ UDFിലാണെങ്കിൽ നായർ കമ്മ്യൂണിറ്റി, ഈഴവ കമ്മ്യൂണിറ്റി, ലത്തീൻ കത്തോലിക്ക, ഓർത്തഡോക്സ്, ഇങ്ങനെ പല പല ഘടകങ്ങൾ, പട്ടികജാതി പട്ടികവർക്ക് പല ഘടകങ്ങൾ നോക്കി തന്നെയാണ്. പിന്നെ അതുപോലെ സീനിയാരിറ്റി എല്ലാം നോക്കി തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ കാർഡുകൾ കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. കെ മുരളീധരൻ കേരളത്തിലെ അറിയപ്പെടുന്ന നേതാവാണ്. അദ്ദേഹം KPCC പ്രസിഡൻ്റായിരുന്നു, വൈദ്യുതി മന്ത്രിയായിരുന്നു, K കരുണാകരൻ്റെ പുത്രനാണ്. അദ്ദേഹത്തെ നായരിൽ ഒതുക്കിയത് ശരിയല്ല. കേരള പൊതുസമൂഹം, ഗവൺമെൻറ് അല്ല ചെയ്തത്, പാർട്ടിയുമല്ല, പൊതുസമൂഹം അദ്ദേഹം നായരാണെന്നാണ് പറയുന്നത്. ഈ സഭയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരാളാണ് G സുധാകരൻ. അതുപോലെ സീനിയറാണ് 36-ാം വർഷത്തിലേക്ക് മറ്റോ കടക്കുന്ന സീനിയറാണ്. 7 കഴിഞ്ഞ് 8-ാം സ്ഥാനത്തേക്ക് കടക്കുന്ന ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹം നായരാണോ? നായരായതുകൊണ്ടാണോ അദ്ദേഹത്തെ സ്പീക്കറാക്കിയത്? PC വിഷ്ണുനാഥ് വളരെ വലിയ നേതാവാണ്. അദ്ദേഹം നായരായതുകൊണ്ടാണോ ആയത്? VD സതീശൻ മേനോനായതുകൊണ്ടാണോ ആയത്? അല്ലല്ലോ. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ ഉള്ള കാൻഡിഡേറ്റ് ആയിരുന്നു. അദ്ദേഹം നായരായതുകൊണ്ടാണോ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചത്? ബിന്ദു കൃഷ്ണ ഈഴവ ആയതുകൊണ്ടാണ്. എത്ര വലിയ നേതാവാണ് ബിന്ദു കൃഷ്ണ. അതെല്ലാം പോയി അവസാനം ബിന്ദു കൃഷ്ണയെ ഒതുക്കിയിരിക്കുന്നത് ഈഴവ ലിസ്റ്റിലാണ്. ലിജു, M ലിജു KPCCയുടെ സെക്രട്ടറിയാണ്, വളരെ വലിയ നേതാവാണ്. OJ ജനീഷ് യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ്. അദ്ദേഹം വേറൊരാളുടെ ജസ്റ്റ് മിസ്സിങ്, ആരുടെ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. അദ്ദേഹം ജയിച്ചിരുന്ന നേരത്തെ, ഇപ്പോൾ ഈ പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് വരുമായിരുന്നു. പിന്നെ രമേഷ് പിഷാരടി വരില്ലായിരുന്നു. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും മന്ത്രിയായിരുന്നതിന്. ജസ്റ്റ് മിസ്സിങ്. അതുപോലെ ബാക്കിയുള്ള ആളുകൾ, സണ്ണി ജോസഫ് KPCC പ്രസിഡൻ്റാണ്. റോജി M ജോൺ നിരവധി കാലമായി അവിടെ MLA ആണ്. മോൻസ് ജോസഫ് നിരവധി വർഷമായി MLA ആണ് കടുത്തുരുത്തിയിലെ. CP ജോണിനെ ക്രിസ്ത്യ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കണക്ക് കൂട്ടുന്നത് ആളുകൾ. കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം. CMP എന്ന പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം. അനൂപ് ജേക്കബ് ചീഫ് വിപ്പ്, ഇതെല്ലാം ക്രിസ്ത്യാനിയിൽ അങ്ങ് എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. ലത്തീൻ കത്തോലിക്കയ്ക്ക് വേണ്ടി ഷിബു ബേബി ജോൺ ക്രിസ്ത്യാനിയെ തന്നെ വീണ്ടും തിരിച്ചിട്ടാണ് എടുത്തത്. ലത്തീൻ കത്തോലിക്ക. പട്ടികജാതി പട്ടികവർക്ക് KA തുളസി, AP അൽകുമാറൊക്കെ കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ്. അതൊക്കെ പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ വിഭാഗത്തിലാണ് മലയാളി ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. ഇനി മുസ്ലിമിൻ്റെ കാര്യമാണെങ്കിൽ ലീഗിൻ്റെ കാര്യമൊക്കെ, അവർ മുസ്ലിം ഡോമിനേഷനുള്ളൊരു പാർട്ടി എന്നുള്ള നിലയിൽ. പക്ഷേ ഷാനിമോൾ ഉസ്മാനെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ AICCയുടെ പ്രധാനപ്പെട്ട നേതാവായ ഷാനിമോൾ ഉസ്മാനെയും ഡെപ്യൂട്ടി സ്പീക്കറായ ഷാനിമോൾ ഉസ്മാനെയും മുസ്ലിം എന്നാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. ബാക്കി പറയുന്ന PK കുഞ്ഞാലിക്കുട്ടി, PM ബഷീർ, PK ബഷീർ, KM ഷാജി, ഷംസുദ്ദീൻ, അബ്ദുൽ ഗഫൂർ, പിന്നെ സിദ്ദിഖ് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. സിദ്ദിഖിനെ വിട്ടിരിക്കുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള പ്രാതിനിധ്യമായിട്ടാണ്. എന്നിട്ട് നമ്മൾ ബഹളം ഉണ്ടാക്കും. അപ്പോൾ രാഷ്ട്രീയ പാർട്ടിയിൽ വന്ന് പ്രവർത്തിക്കുന്ന വലിയ നേതാക്കൾക്കാകട്ടെ, ഇന്ന് കോൺഗ്രസ്സിലായിട്ടുള്ളതിൽ വലിയ നേതാക്കളല്ലാതെ, സീനിയറായിട്ടുള്ളതും വലിയ നേതാക്കളുമല്ലാതെ ആരാണ് ജാതി പരിഗണന വെച്ചുകൊണ്ടൊരു ജൂനിയറിനെ കൊണ്ടുവന്നത്? ഒരാളെ പേര് പറയാൻ കഴിയുമോ? UDF ഗവൺമെൻറ് ജാതി പരിഗണന വെച്ചുകൊണ്ട് പക്ഷെ സീനിയേഴ്സിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ചില പരിഗണനകൾ വന്നിരിക്കും. എന്നാൽ പോലും സീനിയേഴ്സ് ആരും ഒഴിവായില്ലല്ലോ. അങ്ങനെ പറയുമ്പോഴും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഒഴിവായില്ല, മഹിളാ കോൺഗ്രസിൻ്റെ പഴയ നേതാവ് ഒഴിവായില്ല, സീനിയർ നേതാക്കളായ രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സണ്ണി ജോസഫ് ഒഴിവായില്ല, അനിൽകുമാർ ഒഴിവായില്ല. ആരാണ് പിന്നെ ഒഴിവായത്? ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഇന്ന ആളിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഒരു പേര് നമുക്ക് പറയാൻ കഴിയുന്നത് ഓർത്തഡോക്സ് സഭയിൽ നിന്നിടെ പ്രാതിനിധ്യം പറഞ്ഞിരുന്ന ചാണ്ടി ഉമ്മന് കൊടുത്തിട്ടില്ല.
ചാണ്ടിയുമ്മനേക്കാൾ റോജി എം ജോണിനാണ് കൊടുത്തത്. അതൊന്ന് പറയാം. ലത്തീൻ കത്തോലിക്ക വിഭാഗക്കാർ പറയുന്ന അവർ ലത്തീൻ കത്തോലിക്ക എന്നാണ് ഷിബു ബേബിജൻ ഉള്ളത്, ലാറ്റിൻ ക്രിസ്ത്യനാണ്. എങ്കിലും കുറച്ചുകൂടി ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെടുന്ന വിൻസെൻറ്റിനോ ശക്തനോ കൊടുത്തില്ല എന്ന് വേണമെങ്കിൽ വേറൊരു തരത്തിൽ പറയാം. വിൻസെൻറ്റിന് കൊടുത്തില്ല എന്ന് പറയാം. അതിനപ്പുറം എന്താണ് ഈ ജാതി സമവാക്യം വെച്ച് നമ്മൾ കളിക്കുന്നത്? പക്ഷേ മലയാളി അങ്ങനെയാണ്. നമ്മൾ എല്ലാ കാര്യത്തിലും പത്രങ്ങളും ചാനലുകളും എല്ലാവരും അങ്ങനെ കിണ്ടിപ്പറക്കി ഒന്ന് അനലൈസ് ചെയ്ത് കളയും. അതൊരു വല്ലാത്ത കളിയാണ്. വൺ സൈഡഡ് ആയിപ്പോയെന്നൊക്കെ പറഞ്ഞ് കളിക്കും. എന്നിട്ട് നമ്മൾ കണക്കുകളും നിരത്തും. കണക്ക് നിരത്തുമ്പോൾ നല്ല രസമാണ്. നായർ സമുദായം 14% ഉള്ളൂ, അവർക്ക് 2 അല്ലെങ്കിൽ 3 കിട്ടിയാൽ മതി. പക്ഷേ യഥാർത്ഥത്തിൽ 5 കിട്ടി. മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ചേർത്തിട്ടാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ഈഴവ സമുദായം 30% കിട്ടേണ്ടത് 6, പക്ഷേ 3 കിട്ടിയിട്ടുള്ളൂ. സവർണ ക്രിസ്ത്യന്മാർക്ക് 11.9 ഉണ്ട്, കിട്ടേണ്ടത് 2 ഉള്ളൂ, പക്ഷേ 6 കിട്ടി, 4 കൂടുതലാണ്. ലത്തീൻ കത്തോലിക്ക 3.8 കിട്ടിയത് 1 ഉള്ളൂ, അത് കറക്റ്റാണ്. മുസ്ലിം സമുദായത്തിന് 30.2 അവരുടെ പെർസെൻറ്റേജ് ജനസംഖ്യയിൽ, 6 അവർക്ക് കിട്ടേണ്ടത്, 6 കിട്ടി, അതുകൊണ്ടൊരു കുറവില്ല. ഷാനിമോൾ ഉസ്മാനെയും ചേർത്താണ് ഈ 6ൻ്റെ കഥ പറയുന്നത്, സിദ്ദിഖിനെയൊക്കെ ചേർത്താണ് പറയുന്നത്. നല്ല രസമാണ്. പട്ടികജാതിക്കാർക്ക് 8.7%, 2 മന്ത്രിമാരെ കിട്ടണം, 2 കിട്ടി. അപ്പോൾ നമ്മളുടെ ചിന്താഗതികൾ ഇപ്പോഴും ഈ ആധുനിക യുഗത്തിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ യുഗത്തിലും നമ്മുടെ ചിന്താഗതികൾ പോകുന്നത് മന്ത്രിസഭ പങ്കുവച്ചപ്പോൾ ഇങ്ങനെയാണ് പങ്കുവച്ചത്, അല്ലെ ഇങ്ങനെയാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിമറിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിനപ്പുറം ഇവരെ രാഷ്ട്രീയ പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ സീനിയോറിറ്റി, ഇവരുടെ പൊസിഷൻസ് നമ്മൾക്ക് എന്തുകൊണ്ട് വന്നില്ല? മഹിളാ കോൺഗ്രസിൽ നിന്ന് ഒരാൾ, മുൻ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ്, DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന, DCC പ്രസിഡന്റ് ആയിരുന്ന ബിന്ദു കൃഷ്ണ വന്നു, നമ്മൾ കാണുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. OJ ജനീഷ് യൂത്ത് കോൺഗ്രസിൽ നിന്ന് വന്നു, നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് മന്ത്രിസഭയിൽ വന്നു, നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ ചർച്ച പോകുന്നത് എത്ര നായർ വന്നു, എത്ര ഈഴവ വന്നു, എത്ര ലത്തീൻ കത്തോലിക്ക വന്നു, എത്ര ഓർത്തഡോക്സ് വന്നു, എത്ര ക്രിസ്ത്യാനികൾ വന്നു, എത്ര മുസ്ലിങ്ങൾ വന്നു, എത്ര പട്ടികജാതി പട്ടികവർഗക്കാർ വന്നു, എത്ര ഈഴവ വന്നു. ഇതാണ് നമ്മുടെ ചർച്ച. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയാവുക? അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിയാവും, ശരിക്കേടൊന്നുമില്ല ഇങ്ങനെ പറയുന്നതിൽ. പക്ഷെ പറയുമ്പോൾ നമ്മൾ ഈ ഗുരുദേവൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അടക്കമുള്ള തെക്കാട് അയ്യാഗുരുവിനെയും അയ്യാവൈകുണ്ഠസ്വാമിയും മഹാത്മാ അയ്യങ്കാളി ഉൾപ്പെടെയുള്ള മഹാരഥന്മാരെ, മഹാമനുഷ്യകളെ അങ്ങ് വിട്ടേക്കണം. നമ്മൾ ഏതിൽ പിടിച്ചിട്ട് പോവുക? ജാതിയും മതമൊക്കെ പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘടനകളെ, മന്ത്രിമാരെയൊക്കെ നിശ്ചയിച്ച് കിട്ടാത്ത ജാതിക്കാരും മതക്കാരും ബഹളമൊക്കെ ഉണ്ടാക്കി അതിനകത്തുകൂടി നമുക്ക് കയറ്റിയെടുക്കുക എന്നുള്ള ഒരു സമീപനമുണ്ട്. വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരുമൊക്കെ ഇപ്പോൾ ജാതിയുടെ പേരും പറഞ്ഞ് UDFൻ്റെ പിന്നാലെ കൂടുന്നു എന്നുള്ളതാണ് വർത്തമാന കാലത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ഈ ഇലക്ഷൻ സമയത്ത് തിരിഞ്ഞു നിന്നവർ വരെ ഇപ്പോൾ ഞങ്ങളുടെ ജാതിക്ക് കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു.